പുതിയ ബുക്കിൻ്റെ മണം ഇഷ്ടമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ഒരു പ്രസൻറ്റ് പറയൂ. നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാണ് ആൻഡ് വൈ? ഒരു ഉള്ളിവട കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉള്ളിവടയുടെ ആ ഒരു മണം വരുമ്പോൾ ഞാൻ ശരിക്കും ആ കോളേജ് ക്യാൻറ്റീനിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ഉണ്ടാക്കിയിരുന്ന ആ കൊഞ്ച് തീയലിൻ്റെ മണം ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് ഓർമ്മകളെല്ലാം നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മൂക്കിലും കുറേ ഓർമ്മകൾ കണക്റ്റഡ് ആയി കിടപ്പുണ്ട്. അതെന്താ അങ്ങനെ? 10 വർഷം മുമ്പ് കണ്ട ഒരാളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം എന്നില്ല. പക്ഷെ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന മണം, അതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും നിങ്ങളുടെ ബ്രെയിനിൽ ആ മണം ഉണ്ടാകും. ഒരു പുതുമഴ പെയ്യുമ്പോൾ ആ പഴയ മഴയെ നിങ്ങൾ ഓർക്കും. അമ്മ ഉണ്ടാക്കിയിരുന്ന ആ കൊഞ്ച് തീയലിൻ്റെ മണം ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. പുതിയ പുസ്തകം തുറക്കുമ്പോൾ വരുന്ന ആ മണം, അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് അല്ലേ? അത് വേറൊരു ലെവലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മകൾക്ക് മണവുമായി ഇത്ര വലിയ ബന്ധം? ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ലിഫ്റ്റിൽ കയറി. ഒരു പെൺകുട്ടി അടുത്ത് നിന്നു. അവളുടെ ഒരു പെർഫ്യൂം വന്ന ആ സമയം ഞാൻ നേരെ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മൈ ജോബ് ഇൻ്റർവ്യൂ, ഒരു 19 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ റൂമിൽ ഞാൻ എത്തിപ്പെട്ടു. അന്ന് അവിടെ ആരോ അത് ധരിച്ചിരുന്ന പെർഫ്യൂം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതായിരുന്നിരിക്കാം. പക്ഷെ എന്ത് വേഗമാണ് എൻ്റെ മനസ്സിലേക്ക് ആ ഓർമ്മ ഓടിയെത്തിയത്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. നമ്മുടെ ബ്രെയിൻ ഒരു അപാര ടൈം മെഷീനാണ്. ഓർ മേ ബി ഐ വിൽ സേ സ്മെൽ, ദ സെൻസ് ഓഫ് സ്മെൽ, അത് ഒരു അപാര ടൈം മെഷീനാണ്. ഇന്നും എനിക്ക് നല്ല ഒരു ഉള്ളിവട ആൻഡ് ചായ കാണുമ്പോൾ, അതിൻ്റെ മണമടിക്കുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് ക്യാൻറ്റീൻ ആലോചിക്കും. ഫ്രണ്ട്സുമായി ചെലവിട്ട ആ നല്ല നിമിഷങ്ങൾ, ഒരു ഉള്ളിവട കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉള്ളിവടയുടെ ആ ഒരു മണം വരുമ്പോൾ ഞാൻ ശരിക്കും ആ കോളേജ് ക്യാൻറ്റീനിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു മാജിക് ആണല്ലേ. അതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് മഴ പെയ്യുമ്പോൾ, ഒരുപാട് നാൾക്ക് ശേഷം ഒരു വേനൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മണം, എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ സ്കൂളിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരും ആ മണം. ജൂണിലാണല്ലോ നമ്മുടെ നാട്ടിലെ സ്കൂൾ തുറക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം. അതുകൊണ്ടാവാം മഴയുടെ മണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു സ്കൂളിൽ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ആദ്യത്തെ ദിവസം പുതിയ പുസ്തകങ്ങൾ, പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ചെരുപ്പ് ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഷൈൻ ചെയ്ത് സ്കൂളിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പോഴും ഓർമ്മ വരാറുണ്ട് മഴയുടെ മണം വരുമ്പോൾ. അതുപോലെയാണ് ചില ബേക്കറിയുടെയൊക്കെ അടുത്തൂടെ പോകുമ്പോൾ നല്ല പഫ്സിൻ്റെ മണം വരും, നല്ല പഫ്സ് ചായ. അപ്പോൾ സ്കൂളിലുണ്ടായിരുന്ന ആ ട്യൂഷനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഫ്രണ്ട്സുമായിട്ട് ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം നടന്ന വൈകുന്നേരങ്ങൾ, അതൊക്കെ ഓർമ്മ വരാറുണ്ട്. ഭയങ്കര ഒരു അതിശയമാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മൂക്ക് വഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പല ഓർമ്മകളും. പിന്നെയുമുണ്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ മണം ചിലർക്ക് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കാം ആ മണം ഓർമ്മിപ്പിക്കുന്നത് അല്ലേ? ചിലർക്ക് അത് ഒരു പ്രതീക്ഷയുടെ മണമായിരിക്കാം. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ജീവിതത്തിൽ കിട്ടിയ ഒരു ഗുഡ് ന്യൂസിൻ്റെ മണമായിരിക്കാം ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അതങ്ങനെ മാറി മാറി വരും. ഓരോരുത്തർക്കും ഓരോ കഥ. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, ഒരു കൊച്ചു ശാസ്ത്രം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ബ്രെയിൻ കുറച്ച് പ്രോസസ്സിങ് കഴിഞ്ഞാണ് ഓർമ്മയിലേക്ക് അയക്കുന്നത്. പക്ഷേ മണം, സ്മെല്ലുകൾ ഒക്കെ ഓൾമോസ്റ്റ് നേരെ നമ്മുടെ ഇമോഷൻസ്, മെമ്മറീസ് ഒക്കെ സൂക്ഷിക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ മണം പോലും വർഷങ്ങൾ പഴക്കമുള്ള ഓർമ്മകൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. പലപ്പോഴും ഒരു സ്വിച്ച് ഇട്ടതുപോലെയാണ് ആ ഓർമ്മകൾ തുറന്നു വരുന്നത്. അതിശയം തോന്നും. ആൻഡ് ദാറ്റ് മേക്സ് മീ സേ ദാറ്റ് സ്മെൽ മൈറ്റ് ബി ദ സ്ട്രോങ്ങസ്റ്റ് ടൈം മെഷീൻ ഇൻ ദ വേൾഡ്. ഒരു വീടിനും ഒരു പുസ്തകത്തിനും ഒരു നാടിനും മനുഷ്യർക്കും ഒക്കെ എല്ലാത്തിനും അതിൻ്റേതായ മണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് അനുഭവങ്ങൾ സമ്മാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനമായി നമ്മൾക്ക് സമാധാനവും സമാധാനക്കേടും ഒക്കെ അതൊക്കെ നൽകും. അങ്ങനെ ചില മണങ്ങൾ സ്വസ്ഥത തരും, ചില മണങ്ങൾ അസ്വസ്ഥത തരും, ടോട്ടൽ സമാധാനക്കേട്. ചില മണങ്ങൾ അടിക്കുമ്പോൾ തന്നെ തലവേദന തുടങ്ങും.
അല്ലേ? പലപ്പോഴും ഈ മണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ആളുടെ മുഖം മാത്രമല്ല, അവർ നമ്മളിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയ അനുഭവങ്ങൾ കൂടെയാണ്, അല്ലേ? ഒരു മനുഷ്യരായാലും ഒരു നാടായാലും ഒരു വീടായാലും ഒരു കോളേജ് ക്യാമ്പസ് ആയാലും അതൊക്കെ നമുക്ക് നൽകിയ എക്സ്പീരിയൻസസ് ആണ് ഈ മണങ്ങൾ നമുക്ക് കൊണ്ട് തരുന്നത്. ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും, നമ്മൾ അതിനെക്കുറിച്ച് മറക്കും. ഒരു മണം അടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എല്ലാ ഓർമ്മകളും തിരിച്ച് ഓടിയെത്തുന്നത്. ശരിക്കും ആലോചിച്ചാൽ ഓർമ്മയിൽ അവസാനം എന്തൊക്കെ എക്സ്പീരിയൻസസ് വന്നാലും ബാക്കിയാവുന്നത് ഒരു മണം, ഒരു ശബ്ദം, ഒരു പാട്ട്, ഒരു ചെറിയ നിമിഷം, അല്ലേ? അതുകൊണ്ടാവാം ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സംഭവമല്ല ജീവിതം, ഒരുപാട് കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് ജീവിതം. മുത്തുമാലയിൽ ഇങ്ങനെ മുത്തു കോർത്തിട്ടിരിക്കുന്നത് പോലെ ഒരു മുത്തുമാല ഓഫ് സംഭവങ്ങൾ ആണ് നമ്മുടെ ജീവിതം. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നിമിഷം നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, നിങ്ങളുടെ ബാല്യം ഓർമ്മിപ്പിക്കുന്ന ഒരു മണം ഏതാണ്? കമൻസിൽ പറയൂ പ്ലീസ്, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഓരോ മണത്തിൻ്റെ പിന്നിലും ഓരോ എക്സ്പീരിയൻസസ് ഉണ്ട്, ഒരു ജീവിതമുണ്ട്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങളുടെ ഫേവറേറ്റ് സ്മെൽ എന്താണ്? എല്ലാം പറയൂ, കേൾക്കട്ടെ. ചിന്താവിഷ്ടയായ അമോഘയുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വ്ലോഗ് കാരണം നിങ്ങൾക്ക് ഓർമ്മ വന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരുമായി ഷെയർ ചെയ്യണം. എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചിന്താവിഷ്ടയായ അമോഘ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് മീ സേയിങ് ബൈ ഫോർ നൗ. ബൈ ഫ്രണ്ട്സ്.